പത്തരമാറ്റിൻ പൊന്നും പുടവയും. ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട. നമസ്കാരം. കോട്ടാങ്ങൽ പഞ്ചായത്തിലെ വായ്പൂരിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാം നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നു. ഇതുമൂലം നാട്ടിലുള്ള പലർക്കും സാംക്രമിക രോഗങ്ങളും പിടിപെട്ടിരിക്കുകയാണ്. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ വായ്പൂരിൽ 3-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് 3-ാം വാർഡിലെ പ്രദേശവാസികൾ കോട്ടാങ്ങൽ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത്. 100 കണക്കിന് വീടുകളുള്ള പ്രദേശത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നത്. ദുർഗന്ധവും ഈച്ചയും മൂലം പ്രദേശവാസികൾ സാംക്രമിക രോഗ ഭീഷണിയിലാണെന്ന് പറയുന്നു. വേണ്ടി ഇത് തുടങ്ങുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പഞ്ചായത്തിലും പൊല്യൂഷൻ കൺട്രോളിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് കോട്ടാങ്ങൽ ആരോഗ്യവകുപ്പിലും ഇതിൻ്റെ പേപ്പറുകൾ എല്ലാം കൊടുത്ത് അവരോട് നമ്മളൊരു ലെറ്റർ കൊടുത്തു. ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങുന്നു, അത് ഞങ്ങളുമായിട്ട് തിരക്കിയിട്ട് ശേഷമേ ഇത് കൊടുക്കുകയുള്ളൂ എന്ന് അവർക്ക് ഞങ്ങൾക്ക് വാക്കാൽ അവർ പറയുകയും ചെയ്തു. എനിക്ക് ലെറ്റർ തരികയും ചെയ്തതാണ് നിങ്ങളോട് വന്ന് അന്വേഷിച്ചതിന് ശേഷമേ ഇവിടെ ഈ കോഴി ഫാമിന് ഇത് കൊടുക്കണം. യാതൊരു കാരണവശാലും അവർ ഇത് തുടങ്ങിയാലെന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം ഇവർ പത്തനംതിട്ട DMO പ്രകാരം പോയി ഇതിന് പേപ്പറുകളെല്ലാം ശരിയാക്കി ലൈസൻസ് വാങ്ങിച്ച് പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. ആയതിനാൽ ഇത് എത്രയും വേഗം ഈ കോഴി ഫാം അടച്ചു പൂട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ എല്ലാ അധികാരികളും ഇതിൽ ഉൾപ്പെടണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് അനുമതി ഇല്ലാതെ പത്തനംതിട്ട DMOയും CPOയുടെയും അനുമതി വാങ്ങിയാണ് ഇവിടെ ഫാം നടത്തുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൃത്യമായ റിപ്പോർട്ട് അവഗണിച്ചാണ് DMO അനധികൃതമായി അനുമതി കൊടുത്തതെന്ന് സമരസമിതി ആരോപിച്ചു. സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വരുന്ന ഭീഷണികളെയും തുടർന്ന് വരുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പത്തനംതിട്ട DMOയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം ഇങ്ങനൊരു ഫാമിന് അനുമതി കൊടുക്കുകയും അത് ഏകദേശം 1 വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയുമാണ്. ഇതോടുകൂടി ഈ മേഖലയിലുള്ള രോഗികളും വൃദ്ധരും കുട്ടികളും അടക്കമുള്ളവർക്ക് സാംക്രമിക രോഗഭീഷണിയും ഭക്ഷണങ്ങളിലും മറ്റു ഈച്ചയുടെ ശല്യങ്ങളും അതുപോലെ ദുർഗന്ധങ്ങളും മൂലം അവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. പല പ്രാവശ്യം ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് തുടർന്നും പരാതികൾ കൊടുക്കുകയും DMOയും പഞ്ചായത്ത് സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളൊക്കെ നൽകുകയുണ്ടായി. എന്നാൽ കോട്ടാങ്ങൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയാൽ അത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ല ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടുകൾ പോലും മറികടന്നുകൊണ്ട് ഏതോ രാഷ്ട്രീയ ഇടപെടലിൻ്റെ മൂലവും മറ്റുള്ള സ്വാധീനം മൂലവും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് പത്തനംതിട്ട DMOയും കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടി അനുമതി കൊടുത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടുവരികയാണ്. ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയില്ല എന്നും എത്രയും വേഗം ഫാം അടച്ചുപൂട്ടുന്നതിന് നടപടിയെടുത്തില്ലെങ്കിൽ പത്തനംതിട്ട DMO ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കോട്ടാങ്ങൽ പഞ്ചായത്ത് സെക്രട്ടറി ബിനു വർഗീസിന് സമരസമിതി നിവേദനം നൽകുകയും ചെയ്തു. പരിപാടി പൊതുപ്രവർത്തകൻ ഇല്യാസ് വായ്പൂർ ഉദ്ഘാടനം ചെയ്തു. സുബൈർകുട്ടി പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രസീത, ഷാജി ചീരംകുളം, റെജിമോൻ VK, ഇസ്മയിൽ റാവുത്തർ, തോമസ് സെബാസ്റ്റ്യൻ, റിയാസ് CI, ഹംസക്കുട്ടി, റഹ്മത്ത് KH, സിയാദ് സലിം, ഇബ്രാഹിം ചീരംകുളം എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു. കോഴിഫാം കൊണ്ടുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് പ്രദേശവാസിയായ പ്രസീതയുടെ വാക്കുകളിലേക്ക്. വാർഡിൽ നിന്നും വന്നവരാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതിനാൽ മാത്രം ഞങ്ങൾ ഇവിടെ എത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ അധികാരികൾ ഞങ്ങളോട് കാണിച്ചത്. ഞങ്ങൾക്ക് അവിടെ ഒരു കോഴി ഫാം നടത്താൻ ഒരു ഇതും ഇല്ലാത്ത ഇത്രയും ജനങ്ങൾ കൂടിച്ചേർന്ന് താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരു കോഴി ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഇത്ര കിലോമീറ്റർ അകലം വേണമെന്നും ഇതെല്ലാം നിയമവശങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊന്നും നോക്കാതെ ഈ പഞ്ചായത്ത് അനുമതി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പരാതികൾ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടില്ല, മാർച്ച് 30 വരെ ലൈസൻസ് ഉള്ളൂ എന്ന് പറയുന്ന സ്ഥാപനം എന്തുകൊണ്ട് ഈ ഒരു മാസം മുഴുവൻ മെയ് 30-ാം തീയതി മുതൽ ഇത്രയും ദിവസം, ഈ കഴിഞ്ഞ ദിവസമാണ് കോഴികൾ കയറിപ്പോയത്, അത്രയും ദിവസങ്ങൾ പോലും അവിടെ കോഴിയെ വളർത്താൻ എങ്ങനെ അവർക്ക് സമ്മതം കൊടുക്കുന്നിവർ? ഞങ്ങൾക്കതറിയണം. ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ്. ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ എല്ലാവരിട്ടിലും ഞങ്ങൾക്ക് അലർജിയും ബുദ്ധിമുട്ടുകളും ശ്വാസം മുട്ടലും ഇതെല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോഴിയെ കയറ്റിക്കൊണ്ട് പോയതിന് ശേഷം അവിടെ കോഴി ചത്ത് കിടക്കുന്നു ഫാമിൽ.
ഒരു ദിവസം രാവിലെ മുതൽ 7:45 തൊട്ട് കിടക്കുന്ന ആ കോഴി, ചത്ത് കിടക്കുന്ന കോഴിയെ വൈകിട്ട് 4 മണി ആയപ്പോഴാണ് അത് മറവ് ചെയ്യുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഈച്ചയും ദുർഗന്ധവും മുഴുവൻ സഹിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇതെല്ലാം സഹിച്ച് നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം പഞ്ചായത്ത് അധികാരികൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ജീവിക്കേണ്ടത് ഒരാൾക്ക് വേണ്ടി മാത്രമാണോ പഞ്ചായത്ത് അനുമതി നൽകുന്നത്? ഈച്ച ശല്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു ആഹാരം എടുത്തു വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ കഴിക്കുന്ന ഈച്ച അരിച്ച ആഹാരമാണ് ഞങ്ങൾ കഴിക്കേണ്ടത്. അതാണ് പഞ്ചായത്ത് ഞങ്ങൾക്ക് തരുന്ന ഇത്. ഇല്ല, ഓരോരുത്തടുത്ത് ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും പഞ്ചായത്ത് എല്ലാവരുടെയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനം നടത്താൻ ഇതിന് മാത്രം അധികാരികൾ സമ്മതം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? വികലാംഗനാണെന്നുള്ള ഭിന്നശേഷിക്കാരനെ ഞങ്ങൾ ഒരിക്കലും ഒരു ഇത് പറയുന്നില്ല. പക്ഷേ ഭിന്നശേഷിക്കാരനാണെങ്കിലും ബാക്കിയുള്ള ജനങ്ങൾക്കും താമസിക്കണം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹ ഡിസൈനർ ബ്യൂട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു. കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും. nihaboutique.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം. കോൺടാക്ട് 7902296725.